ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിരഞ്ജന യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഹെയർ കെയർ ചെയ്യുന്ന വീഡിയോ ഒക്കെ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഹെയർ കെയർ ചെയ്യുന്ന ടൈമിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ എടുക്കണമെന്ന്. പക്ഷെ എനിക്ക് ആ ടൈമിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് പകുതിയായപ്പോഴാണ് അറിയുന്നത് വീഡിയോ എടുത്തുകൂടായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ആഴ്ച നമുക്ക് ഹെയർ കെയർ ചെയ്യുമ്പോൾ ആ വീഡിയോ ഇടാമെന്ന് കേട്ടോ. അതുപോലെ എൻ്റെ ഹെയറിന് കിട്ട് കേട്ടു കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മുടീൻ്റെ തുമ്പ് ഭാഗത്ത് തീരെ ഉള്ളുണ്ടായിരുന്നില്ല, അതുകൊണ്ടാട്ടോ നമ്മൾ എന്ത് ചെയ്തത്, മുടി കട്ട് ചെയ്തത്. ഇത്ര വെച്ച് കട്ട് ചെയ്തു ഗൈസ്. അയച്ചിരുമ്പോൾ കുറച്ചും കൂടെ കൂടുതലുണ്ട്, പക്ഷെ ഇങ്ങനെയും കുറച്ച് തോന്നാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയർ കെയർ ആണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ ആദ്യം നമുക്ക് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ എടുത്ത വീഡിയോയിൽ ഒരു അബദ്ധം പറ്റിപ്പോയി. നമ്മൾ മൈക്ക് ഓൺ ആക്കാൻ മറന്നുപോയി. അപ്പോൾ എന്ത് കിട്ടി, നമ്മൾ ആ വോയിസ് ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഇങ്ങനെ വെറുതെ പറയുന്ന മാത്രം, ആക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെമ്പരത്തി പറിക്കാനാട്ടോ നമ്മൾ ഇങ്ങനെ നടന്നു പോകുന്നത്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ചെമ്പരത്തിൻ്റെ ചെടിയിലൊന്നും ചെമ്പരത്തി ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച ആ വഴിയിലൂടെ പോകുന്ന ടൈമിന് അവിടെ ഏകദേശം ഒരു 5-6 എണ്ണെങ്കിലും നമുക്ക് കിട്ടുന്ന തരത്തിലുണ്ടാകും. അതുകൊണ്ട് ചെമ്പരത്തി പറിക്കാൻ വേണ്ടി റോട്ടിലേക്ക് ഇറങ്ങിയതാണ് ഗൈസ്. നമ്മൾ വഴിയിലൂടെ നടന്ന് പോയിട്ട് പറിച്ചിട്ട് വരാൻ വിചാരിച്ചു. അപ്പോൾ ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് വേണ്ടത് ചെമ്പരത്തീൻ്റെ ഇല, ചെമ്പരത്തി, അതുപോലെ മുരിങ്ങയില, പിന്നെ കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഹെയർ കെയറിന് വേണ്ടിയിട്ട് വേണ്ടത് കേട്ടോ. അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ട ചെമ്പരത്തിയൊക്കെ കിട്ടിയ സന്തോഷത്തിലാണ് ഗൈസ് ഞാൻ ഈ കാണിക്കുന്നതൊക്കെ. അപ്പോൾ നമുക്ക് വേണ്ട ചെമ്പരത്തി ഒരു 5-6 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അടുത്തതായി വേണ്ടത് നമുക്ക് ചെമ്പരത്തീൻ്റെ ഇലയാണ്. പിന്നെ ഞാനത് അവിടെ നിന്ന് പറിച്ച് വരാൻ നിന്നില്ല. നമ്മളെ വീടിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ എന്തുണ്ട്, ചെമ്പരത്തീൻ്റെ ഇല ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇളം ഇല തന്നെ നോക്കി പറിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇലയും ഞാൻ കുറച്ച് പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ കറിവേപ്പില പറിക്കാൻ വേണ്ടി പോവാം. ഞാനപ്പോൾ വീഡിയോ എടുത്ത് നടക്കുന്ന കണ്ടിട്ട് അപ്പുറത്തെ താത്ത ഇവിടെ ചക്ക മുറിക്കുന്നുണ്ടായിരുന്നു, പഴുത്ത ചക്ക. അപ്പോൾ നല്ല പഴുത്ത ചക്ക എനിക്ക് വിളിച്ചിട്ട് തന്നതാട്ടോ ഈ കാണുന്നത്. സാക്ഷിയാണ് ഭയങ്കര കുറയായിരുന്നു ഞാൻ പുറത്തിറങ്ങിയത് കണ്ടപ്പോൾ. അവളെ തുറന്നു വിടാനായിരിക്കാം. അപ്പോൾ നമുക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ മുരിങ്ങയിലയും അമ്മ പറിച്ചു തന്നു കേട്ടോ. അങ്ങനെ നമ്മളെ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് മുരിങ്ങയില, നല്ല ഇളയെല്ലാം നോക്കിയിട്ടാട്ടോ അമ്മ പറിച്ചു തന്നെ നമുക്ക്.
അപ്പോൾ ഞാൻ പറയുന്നത് വേറെ, അതുപോലെ തന്നെ എൻ്റെ വോയിസ് അതിൽ കാണുന്നതും വേറെ പോലെ ആയിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ വോയിസ് പിന്നെയാണ് കൊടുത്തത്. എൻ്റെ മൈക്ക് ഓണല്ല ഗൈസ്, ഞാൻ അത് ശ്രദ്ധിച്ചില്ല. എന്ത് ചെയ്യാനാ, നമുക്കിനി സാരമില്ല, ഞാനിങ്ങനെ വോയിസ് കൊടുക്കുക വിചാരിച്ചു. അടുത്തതായിട്ട് ചെമ്പരത്തി, ഒരു 6 ചെമ്പരത്തി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇല, ചെമ്പരത്തീൻ്റെ ഇല കിട്ടി, അതും കുറച്ച് തന്നെ എടുത്തു. പിന്നെയാണ് നമ്മൾ കറിവേപ്പില. കറിവേപ്പില ഇത്ര ഇട്ടാൽ ഭയങ്കര സ്മെല്ലാവുമെന്ന് എനിക്ക് തോന്നി. ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ചും കൂടെ കറിവേപ്പില ഇട്ടുകൂടെയെന്ന്. പക്ഷെ ഞാൻ ഇതിൽ നിന്ന് തന്നെ ഇത്തിരി ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊക്കെ കൂടെ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി അരിച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് എല്ലാം അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കാണാം. അരിക്കാനെടുക്കുമ്പോൾ എപ്പോഴും പഴയ തോർത്തോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ അതിൽ ആ കറ എന്തായാലും ഉണ്ടാകും. അപ്പോൾ എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി. അതിൽ ഒരു കുഞ്ഞി ഓട്ടയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഒരു ഭാഗത്ത്. അപ്പോൾ ഞാൻ പിഴിയുന്നതിനനുസരിച്ച് അതിനിങ്ങനെ പോകുന്നുണ്ടായിരുന്നു, അതിലൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് നല്ലപോലെ എനിക്ക് അരിച്ചെടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. ഇതുപോലെയൊക്കെ പറ്റുകയാണെങ്കിൽ നമ്മൾ ഇനി വീണ്ടും അരിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കഴുകി കളയുന്ന ടൈമിന് നല്ലോണം കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ഹെയർ മസാജിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ അതൊക്കെ ഇടല്ലേ, ഞാൻ മുടിയൊക്കെ അയച്ച് പറിച്ചിട്ടിട്ട് വന്നിട്ടുണ്ട്. അയ്യോ ഇത്ര ഉണ്ട് ഇപ്പോൾ മുടി മുറിച്ചിട്ട്. അമ്മേൻ്റെ കട്ടിങ് അതിന് വേറൊരു ഇതും കൂടെ ഉണ്ട്. അമ്മ ഒരു മോഡലിലൊക്കെ മുറിച്ചെന്നേ. പിന്നെ നോക്കുമ്പോൾ ഇവിടെ ഇത്തിരി തൂങ്ങി കിടക്കുന്നത്, ഒന്നുകൂടെ കയറ്റി മുറിച്ച്. പിന്നെ നോക്കുമ്പോൾ ഇവിടെ ഇത്തിരി പോരല്ലേ, അപ്പോൾ വീണ്ടും മുറിച്ച്. അങ്ങനെ മുറിച്ച് മുറിച്ച് മുട്ടിൻ്റെ മേളിലെത്തി. മുടി അല്ല, ഇത് കട കൊണ്ട് മുറിച്ച പോലില്ലേ, ഞാൻ മുടി വെട്ടാൻ വരെ പിടിച്ച് ചെയ്ത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അമ്മ മസാജ് നല്ല ചെയ്തിരും കഴിച്ചു. കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച എനിക്ക് നന്നായി മസാജ് ചെയ്തിരുന്നു, എനിക്ക് നല്ല സുഖം തരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ നല്ല വെളിച്ചെണ്ണ, നമ്മൾ പാക്കറ്റ് വെളിച്ചെണ്ണയല്ല കേട്ടോ യൂസ് ചെയ്യുക, ആട്ടിയ വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുക. അതും പച്ച വെളിച്ചെണ്ണ അല്ല നമ്മളങ്ങനെ ചെറുങ്ങനെ ചൂടാക്കുകയൊന്നും ചെയ്തില്ല, സാധാ വെളിച്ചെണ്ണ ഒന്നമ്മ മസാജ് ചെയ്തു തരും ആദ്യം. നമുക്കറിയാം. ഹായ്,
എന്താ സുഖം. എന്റെ പല റിയാക്ഷനും അയ്യോ. പിന്നെ അങ്ങനെ ചെയ്തതിന്റെ ശേഷം മുടി കൊഴിച്ചല് കുറവുണ്ട്. കുഞ്ഞാറ്റേന്റെ അതുപോലെ തന്നെ. കുഞ്ഞാറ്റയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കുഞ്ഞാറ്റേന്റെ ഈ താരനില്ലേ, എനിക്കും പ്രശ്നമുണ്ട് അങ്ങനെ. താരൻ കുഞ്ഞാറ്റയ്ക്ക് കൂടിയിട്ട് അത് ഓള് നമുക്ക് ചൊറിയല്ലോ, ചൊറിഞ്ഞിട്ട് അത് പൊട്ടി ചോര വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയപ്പോൾ അതിനൊരു ഷാമ്പു ആണ് കുഞ്ഞാറ്റ യൂസ് ചെയ്യുന്നത്. ആ ഷാമ്പു യൂസ് ചെയ്ത് ഓളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഓളുണ്ടാക്കി, അത് എങ്ങനെ വെച്ചാൽ ഒരാഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ ചെയ്യാനേ പാടുള്ളൂ, അടുപ്പിച്ച് തേക്കാനും പാടില്ല. ഇവളിത് മാറാൻ വേണ്ടിയിട്ട് എന്ത് മൊത്തം ഒരു ദിവസം ഓള് കുളിക്കുമ്പോഴൊക്കെ ഇത് തേക്കാൻ തുടങ്ങി. ഞങ്ങൾ അറിഞ്ഞില്ല, ഓളൊറ്റയ്ക്കല്ലേ കുളിക്കുന്നത്. അപ്പോൾ അങ്ങനെ തേച്ചിട്ട് ഓളെ മുടി നല്ല പറഞ്ഞു വരാൻ തുടങ്ങി. നമ്മളിങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടാവും മൊത്തം നമുക്കിങ്ങനെ ഊരി വരും. അങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ അമ്മ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയല്ലേ അമ്മ. കുഞ്ഞാറ്റയ്ക്ക് കറിവേപ്പിലേന്റെ എണ്ണയാണ് ഓളത്. ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ 3 പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും 3 ആൾക്ക് 3 തരത്തിലാണ് ചെയ്യുക. എന്താ വെച്ചാല് ഓരോരുത്തർക്കും ഓരോ രീതിയിലേ പറ്റുള്ളൂ. കുഞ്ഞാറ്റയ്ക്ക് തണുപ്പ് പറ്റില്ല, അമ്മയ്ക്കും തണുപ്പ് പറ്റില്ല. അതുകൊണ്ട് താളി അങ്ങനെ യൂസ് ചെയ്യില്ല. അതുകൊണ്ട് ചൂടാക്കിയിട്ടാണ് അവർക്ക് യൂസ് ചെയ്യുക. ഞാൻ നേരെ ഓപ്പോസിറ്റ്, എനിക്ക് നല്ല തണുപ്പ് പറ്റും. പക്ഷെ എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല സുഖം. ഞാൻ പറയുന്നത് ഞാൻ മറന്നു പോകുന്നുണ്ടോ ഡോക്ടർ, അല്ലെങ്കിലേ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ ബ്യൂട്ടി പാർലറിനോ അങ്ങനെ ഒന്നും പോകേണ്ട ആവശ്യമല്ല ഗൈസ്. സ്വന്തം അമ്മമാരെ ബാക്കിൽ പിടിച്ചെടുക്കുക, അവരെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ എണ്ണ തേച്ച് നല്ല എണ്ണ കേട്ടോ, കുറച്ചൊന്നല്ല, നല്ലോണം സ്കാൽപ്പിലൊക്കെ നല്ലോണം. എൻ്റെ ഇവിടെയാണ് അമ്മേ പ്രശ്നം. കുഞ്ഞാറ്റ് ഇന്നലെ കാണിച്ചു തന്നത് ഫോട്ടോ എടുത്തിട്ട്. ഈ ചെവിയുടെ ഈ ഭാഗത്താണ്. ഞാനത് വർത്താനത്തിനിടയിൽ മറന്നു. എനിക്ക് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ക്ലാരിറ്റി കിട്ടും. ഞാൻ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിരുന്നായിരുന്നു കഴിച്ചിരിക്കുന്നത്. ആരെങ്കിലും പോയിട്ടുണ്ട് ഇതെന്താന്ന് വിചാരിക്കും. മുടി പറ്റ കൊഴിഞ്ഞു പോയി, നല്ല നീളണ്ട മുടിയായിരുന്നു. എനിക്കില്ല, ഞാൻ വെട്ടാൻ തന്നെ കാരണം എന്താ വെച്ചാല് കായം വരുന്നുണ്ടായിരുന്നു. അതുപോലെ ഇതുണ്ടോ, ഇവിടം വരെ കട്ടിയുണ്ട് മുടിക്ക്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വെറും എന്താ പറയാ ഇത്തിരി നാര് പോലെ ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു കുറച്ചിങ്ങോട്ട് മുറിച്ചാല്. പക്ഷെ എനിക്ക് ഈ ഹെയർ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഇത്ര ആവുന്ന ടൈമിൽ നല്ല കട്ടി തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഹായ് ഹായ് ഹായ്. ആഴ്ചയിൽ 1 ദിവസം എന്തായാലും ഇങ്ങനെ ചെയ്തിട്ട് നല്ല സുഖം ഉണ്ടാവും. എന്നും നടക്കുകയില്ല എന്ന് വെച്ചാൽ. ഞാൻ കഴിഞ്ഞ ആഴ്ച കേട്ടോ ഈ സാധനം തേച്ചാൽ നല്ല സുഖമുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചത് പാക്ക് തേച്ചാലും നല്ലതാട്ടോ. താളി പിന്നെ നമ്മൾ ഇപ്പോൾ തേക്കുന്നില്ല, ആ താളീൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ചേർത്തത്, 2 സാധനങ്ങൾ, കറിവേപ്പിലയും അതുപോലെ മുരിങ്ങേൻ്റെ ഇലയും മാത്രമേ നമ്മൾ കൂടുതലായിട്ട് എക്സ്ട്രാ തേച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ എല്ലാവരും സാധാ തേക്കുന്ന സാധനം. കുഞ്ഞാറ്റന്റെ മുടി ഇതുപോലെ നോക്കിയിട്ട് കുഞ്ഞാറ്റന്റെ മുടി മൊട്ടയാവും. താരം വന്നിട്ട് എന്താവും എന്നുള്ളത്. എനിക്ക് ചാട് ഊരല്ലോ അവളെ മുടി ഊരുന്നോ. നല്ലോണം എണ്ണ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞെടുക്കാം. നല്ല സ്കാൽപ്പിലേക്ക് എനിക്ക് നല്ലോണം ആവണം എണ്ണ. എന്താ വെച്ചാൽ പലർക്കും എണ്ണ വയ്ക്കുന്ന ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷെ തലമുടിയിൽ എണ്ണ ഉണ്ടാവരുത്, അത് ഷാമ്പു ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കളയാൻ കേട്ടോ. ഷാമ്പു ഉണ്ടാവും, ഷാമ്പു ഉണ്ട്, പക്ഷെ ഇന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച തേച്ചോണ്ടാണ് വിചാരിച്ചു. കഴിഞ്ഞ ആഴ്ച നല്ല എഫക്റ്റ്. എന്താ പറയാ, നമ്മൾ തന്നെ ഭയങ്കരമായിട്ട് കൂളാവും. നമ്മളെ തലയ്ക്കൊക്കെ നല്ല തണുപ്പ് കിട്ടും.
ഇനി മസാജോ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എൻ്റെ മോനെ എന്താ അസുഖം. നമുക്ക് പഠിക്കാനായാലും നല്ല സുഖം. ഞാനിതിങ്ങനെ പഠിക്കാനൊക്കെ നല്ല മൈൻഡ് വരും. യോ 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 യോ. കുഞ്ഞാറ്റന്റെ തല ഇങ്ങനെ ആക്കി കൊടുക്കണം. കുഞ്ഞാറ്റ അതിനിങ്ങനെ വെച്ചില്ല. ഓള് തലയ്ക്കൊന്നും ചെയ്യാൻ വെച്ചില്ല, അതാ പ്രശ്നം. ഒക്കെ കുറച്ചേരൊക്കെ ഇരുന്ന് അവർക്ക്. പക്ഷെ എനിക്കറിയില്ല, എനിക്കിങ്ങനെ എൻ്റെ തലയിൽ എന്തെങ്കിലും ചെയ്തു തരാണ് ഇങ്ങനെ നല്ലോണം ഇരിക്കുന്നത്. മുടി പോകാൻ തുടങ്ങിയാലോ ഒന്നുണ്ടോ? മുടി നെറ്റി കയറി പോയിണ്ടോ? ഇവിടെ ഒക്കെ ഉണ്ടോ? പക്ഷെ ഇപ്പൊ ഇവിടുന്ന് ഇത് മുടി വളരുന്നുണ്ട് ചെറുങ്ങനെ ചെറുങ്ങനെ. എനിക്ക് നല്ല നെറ്റിയുണ്ട് കണ്ടോ, അത് ആദ്യം ഉണ്ട്. പിന്നെ ബസ് ഓടിക്കാം നല്ല ഇളകിയപ്പേ തല ഇങ്ങനെ ഇളകിയപ്പോ എന്താ സുഖം എന്നറിയോ തലയ്ക്കൊക്കെ. എന്നിട്ട് അമ്മ ഇങ്ങനെ എല്ലായിടത്തും ആയോ എന്നൊന്ന് ചെക്ക് ചെയ്യും. ഇവിടെയാണ് എനിക്ക് താരം ഭയങ്കരമായിട്ട് വരും. താരം പോവാനല്ലേ നീ എന്താണ് ഇന്ന് കുറുക്കൻ്റെ കല്യാണം. ഇന്നലെ നല്ല മഴയാ, മിനിഞ്ഞാന്ന് ഇതേപോലെ നല്ല മഴയാ. ഇന്നിപ്പോ കുറച്ചൊരു കുറവുണ്ട്. ഇന്നലെ ഞങ്ങൾക്ക് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞായിട്ട് ഇന്ന് ക്ലാസ്സിന് പോയിട്ടോ, ഞാൻ പോയില്ല. ഒന്നുകൂടെ മസാജ് ചെയ്യും. അത് മതി, എനിക്ക് കൈ കളയുന്നേ. ഓള് മസാജ് നീ കടയിൽ പോയി മസാജ് ചെയ്തോ. ഇത് പൈസ കൊടുക്കണ്ട, എല്ലാം നാച്ചുറലി. ഇവിടെ ഞാനിപ്പോ ഉണ്ടാക്കി വെച്ച ഒരു സാധനങ്ങൾക്ക് നമുക്ക് എന്തില്ല പൈസ ചെലവില്ല. വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കി. ചില ആൾക്കാരുടെ അടുത്ത് കറിവേപ്പില ഉണ്ടാവില്ല. മസാജിന്റെ മതി. ഇനി ഇത് തേക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അന്ന് ഇത് തേച്ച് കുറച്ച് ഈ സാധനം തേക്കണ്ടോ ആദ്യം പിടിക്കട്ടെ, അത് കാണൂ. പാത്രം അതപ്പ കാണൂല, കുറച്ചൊക്കെ നമുക്ക് തേക്കാം. ഇതിങ്ങനെ കിട്ടൂല. അയ്യോ, ആദ്യം നല്ലോണം തേച്ച് പിടിപ്പിക്കണം. എന്താ സുഖം, നല്ല തണുപ്പുണ്ട് തലയിലേക്ക്. അധികം നേരം ഒന്നും വെച്ചിരിക്കരുത് കേട്ടോ, അല്ലേ അമ്മ? നമ്മള് ഇന്നലെ അല്ല കഴിഞ്ഞ തവണ എത്ര തണുപ്പ് പറ്റുന്നതിനനുസരിച്ച്. തണുപ്പ് തീരെ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് കൈ കഴുകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കഴിഞ്ഞ ആഴ്ച നമുക്ക് തേച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. മെനക്കട്ടെ അങ്ങനെ ചെക്ക് ചെയ്യണം കേട്ടോ. പല സാധനങ്ങളും ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കോളണമെന്നില്ല. ഞാൻ ഇങ്ങനെ എത്ര സാധനങ്ങൾ ഒഴിവാക്കി. സൺക്രീം ആയാലോ ഒരു 100 എണ്ണം ഞാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. ഇനിയും ഞാൻ ട്രൈ ചെയ്യാം അല്ലേ. എനിക്ക് പറ്റുന്നില്ല. എനിക്ക് കംഫർട്ടായ ഒരു ക്രീം കണ്ടുപിടിക്കണം, ഒരു പ്രൊഡക്റ്റ്. വണ്ടിനെ കണ്ടോ? മുഖക്കായ കുറച്ചവിടെ വച്ച കുഞ്ഞാറ്റിക്ക് നമുക്ക് വൈകുന്നേരം തേച്ചാൽ നീരൊന്നും പോയില്ല. നാളെ പകല് ചിലപ്പോൾ നാളെ ഒക്കെ ലീവ് ഉണ്ടോന്ന് അറിയില്ല. കോള തലയിൽ തേക്കുമ്പോൾ നമ്മൾ ഒച്ചിട്ട് ഞാൻ ഇങ്ങനെ വെച്ചെടുക്കാം. അമ്മയ്ക്ക് ഓരോന്ന് ചെയ്യാൻ അത് ചെയ്യില്ല. അതാണ് നിന്റെ ഓള് വ്യത്യാസത്തിന്റെ ഓട്ടം പൊന്തിച്ചൊടുക്കി. നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാനായി. ഒക്കെ അതായില്ല. ചെറിയ മോളെ ഇറങ്ങിയിട്ട് തണുപ്പ് കിട്ടുന്ന ഉണ്ട്. മേത്ത് തട്ടുന്നു. എനിക്കത് ഇഷ്ടമല്ല. തലയിൽ തേച്ച കുഴപ്പമില്ല, അത് മേത്ത് തട്ടുമ്പോൾ ഭയങ്കര ഇനി ഇങ്ങനെ കുറച്ചിട്ട്
അതാ ഞാൻ പറഞ്ഞു എനിക്ക് നല്ല തണുപ്പ് അവിടെ കിട്ടിയത്. എന്തൊക്കെ കളി കഴിച്ചൊന്നും ഇടുന്നേ. ഡ്രസ്സ് കൈയോടെ തിരിഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ടൊരു പിടിക്കടി, ഞാൻ പിടിച്ചിട്ടില്ല. ഞാൻ പിടിച്ചിട്ടുണ്ട്. തേച്ചിട്ട് അറിയരുതേ. ഇല്ല ഇനി അതിന്റെ തുമ്പത്തൊക്കെ തേക്കണം. തുമ്പത്ത് വെക്കണം. ഇങ്ങോട്ട് എനിക്ക് പറ്റൂല, ഞാൻ തേച്ചു. എനിക്ക് അമ്മയ്ക്ക് പറ്റാത്തതുകൊണ്ട് അമ്മയും കുഞ്ഞാറ്റിപ്പോൾ യൂസ് ചെയ്യുന്നത് കറിവേപ്പില വെളിച്ചെണ്ണ വെച്ച് കാച്ചിയതാ. ഏത് ജീവിയാ? നല്ല തണുപ്പുണ്ടോ? നല്ല സുഖം. നല്ല തണുപ്പ്. നീരാർന്നു അധികം നേരം വെക്കണം. ഒരു തവണ തേച്ച് നോക്കിയിട്ട് ഒരാഴ്ച എന്താണ് അവസ്ഥ നോക്കിയിട്ട് വേണം കേട്ടോ പിന്നെ യൂസ് ചെയ്യാൻ. അല്ലേ? നമുക്ക് അങ്ങനെ വെച്ചിട്ട് കുഴപ്പമില്ല. അല്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. ഓരോരുത്തർക്ക് ഓരോ. ഇത് മോളിങ്ങനെ തേച്ചെടുക്കും. ഇത് മറ്റേ പോലെ കാണാൻ. കാണാം. അയ്യോ എന്നെ മൊട്ട അടിച്ച പോലെ. ഞാൻ മൊട്ട അടിച്ച എങ്ങനെ ഉണ്ടോ? ഫോട്ടോ ഉണ്ട് ചെറുപ്പത്തെ, അത് നോക്കിയായി. പിന്നെ മുട്ടടിച്ച ചോറൂണിന്റെ ടൈമിലുള്ളതാ. ചെറിയ മതിയോ? കുഞ്ഞാറ്റേക്ക് തേച്ചോട്ടോ. എന്റെ ചുറ്റും കാണിച്ചു തരാതെ. എന്തോ ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർത്തെന്ന് കറക്റ്റ് പറഞ്ഞു. ഞാൻ ഇട്ടിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ പറഞ്ഞുതരാം. ആദ്യം ചെമ്പരത്തിൻ്റെ ഇല, കറിവേപ്പില, മുരിങ്ങയില, നാല് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഇങ്ങനെ സൂപ്പർ ആയിട്ട് ഹെയർ കെയർ ചെയ്യാം. അതുപോലെ ഒരു സാധനം ആലുവേറ ജെല്ലില്ലേ, ആ സാധനം കൂടെ ഇട്ടാൽ കൊള്ളൂ കേട്ടോ. നല്ലതാണ്. പറ്റുന്ന ആൾക്കാർ, എനിക്ക് പറ്റില്ല. എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യാത്തത്. എനിക്ക് ഫേസിനും പറ്റൂല. ഓക്കെ, ഇവിടെ നല്ല വെയിലാണ്. നമുക്ക് അകത്തേക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. പിന്നെ ഒരു 15 മിനിറ്റ് വേണ്ട, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തലയൊക്കെ കുളിച്ചിട്ട് കാണാം. ഓക്കെ, കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതാണ്ടോ എൻ്റെ മുടി ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഉണങ്ങിയിട്ടില്ല കേട്ടോ ഫുള്ളായിട്ട്. എനിക്ക് താളിയൊന്നും തേച്ചില്ല. ഇല്ല, എനിക്ക് പനി പിടിക്കും വേഗം താളി വെച്ചാൽ. മാറിക്കാൻ കൂട്ടി ഞാൻ എൻ്റെ വീഡിയോയുടെ കാര്യം പറയട്ടെ. അതുപോലെ താളിന്റെ ഇത് അതുണ്ടാവും, അത് പോകണം ഉണങ്ങിയിട്ട്. ഇതുണ്ടോ നല്ല കറിവേപ്പിലിൻ്റെ മണം ഉണ്ടോ? നമുക്ക് കുഴപ്പമില്ല. ചെമ്പരത്തിന്റെ എന്തോ ചെമ്പരത്തി ഉണ്ട്, അതുപോലെ കറിവേപ്പിലേൻ്റെ സ്മെല്ലും ഉണ്ടാവും. പക്ഷെ നല്ല സ്മെല്ലില്ലമ്മ, നല്ല സ്മെല്ലായിട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 2 വീഡിയോയിൽ ചേർക്കാണ്ട് ഒരു യൂട്യൂബ് എടുത്തു. ഇവർക്ക് എന്ത് ശിക്ഷ കൊടുക്കും? ശിക്ഷ കൊടുക്കും. എന്ത് ശിക്ഷയാണോ? നിന്റെ ഹെയറിന്റെ ഹെയർ കെയർ ഇല്ലേ നമ്മളിടും ഞായറാഴ്ച. കുഞ്ഞാറ്റിന്റെ ഹെയർ കെയർ വീഡിയോ
ഏക്കുള്ള ശിക്ഷ ആവില്ല, ശിക്ഷ ഏക്കുള്ള ശിക്ഷ ഏനൊരു തല്ലല്ല. അതാ വന്നപ്പോ കൊറേ കൊടുത്തു. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം എന്തായാലും കമന്റ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം, അടിച്ചങ്ങ് പൊട്ടിക്കണം. വേണ്ട, പൊട്ടിക്കണ്ട, നമുക്ക് ആവശ്യം വരും. അപ്പം എന്തായാലും ടാറ്റാ, ബൈ ബൈ.